53 സങ്കീർത്തനം 2 വാക്യം. സങ്കീർത്തനങ്ങൾ 53:2. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ എല്ലായ്പ്പോഴും ഞങ്ങളെ എല്ലാവരെയും ദർശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. നിന്റെ സന്നിധി വിട്ട് ഞങ്ങൾക്ക് ഒരിടത്തേക്കും പോകുവാൻ ഒരിക്കലും സാധ്യമല്ലല്ലോ. സ്വർഗത്തിൽ കയറിയാൽ, പാതാളത്തിൽ ഇറങ്ങിയാൽ അവിടെയെല്ലാം നീ ഉണ്ട്. നിന്റെ കൺമുൻപിൽ നിന്നൊരിക്കലും മറഞ്ഞിരിപ്പാൻ ഞങ്ങൾക്കാർക്കും ഒരു നാളും സാധ്യമല്ല. നീ ഞങ്ങളെല്ലായ്പ്പോഴും നോക്കുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ സഹായിക്കണമേ. ഈ ചിന്തകളൊക്കെയും അതിന് മുഖാന്തരമാകണമേ. നിന്റെ നോട്ടത്തിങ്കൽ പതറിപ്പോകാതെ നിന്നിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്ന പ്രാർത്ഥനകൾ കൃപയോടെ കേൾക്കണമേ. ആമീൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. യഹോവയായ ദൈവം എല്ലായ്പ്പോഴും മനുഷ്യനെ ദർശിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവൻ്റെ ദർശനത്തിൽ നിന്ന് ഒരിക്കലും മാറിയിരിക്കാനോ മറഞ്ഞിരിക്കുവാനോ നമുക്ക് സാധ്യം അല്ല എന്നുള്ളതാണ്. മറഞ്ഞിരിക്കാമെന്നൊരു പക്ഷേ നമ്മൾ വ്യാമോഹിച്ചാൽ പോലും അത് സാധ്യമല്ല. നമ്മുടെ പിന്നാലെ നമ്മെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. യഹോവയായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നോക്കിയതായ 3 നോട്ടങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്തു കൂടെ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 21 വാക്യം. യേശു അവനെ സ്നേഹിച്ചു, അവനെ നോക്കി. നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക എന്ന് അവനോട് പറഞ്ഞു. കർത്താവ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ അടുക്കൽ ഓടി വന്ന് മുട്ടുകുത്തി അവനോട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവനോട് കർത്താവ് ചോദിക്കുന്നു, ന്യായപ്രമാണം എന്തു പറയുന്നു? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും അനുസരിക്കുക. ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതലേ ചെയ്തു പോരുന്നുവെന്ന് ഈ ചെറുപ്പക്കാരൻ കർത്താവിനോട് പ്രതികരിച്ചു. ആ സമയത്ത് നമ്മൾ വായിക്കുന്നു, കർത്താവ് അവനെ സ്നേഹിച്ചു, അവനെ നോക്കി. He looked and loved. It is a look of love. സ്നേഹത്തോട് കൂടിയതായ ഒരു നോട്ടമായിരുന്നു അത്. കർത്താവിനെ നോക്കിയപ്പോൾ അതിനുള്ളതായ കുറവുകൾ കർത്താവ് കണ്ടുപിടിക്കുന്നു. ഈ മനുഷ്യനെക്കുറിച്ച് 3 കോംപ്ലിമെന്റ്സ് എനിക്ക് പറയുവാനുണ്ട്. ഒന്നാമതായി, ഈ മനുഷ്യൻ്റെ ചോദ്യം വളരെ നല്ല ചോദ്യമായിരുന്നു. നിത്യജീവനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്നുള്ളതായിരുന്നു. രണ്ടാമതായി, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നിത്യജീവനെ കൊടുക്കുവാൻ ആർക്കാണോ അധികാരമുള്ളത്, ആ അധികാരമുള്ള കർത്താവിൻ്റെ അടുക്കൽ തന്നെയാണ് അവൻ ഈ ചോദ്യം വന്ന് ചോദിക്കുന്നത്. മൂന്നാമതായി, ഈ മനുഷ്യനെക്കുറിച്ച് പറയുവാനുള്ളത്, അവൻ കർത്താവിനെ ആരാധ്യ പുരുഷനായി അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് വന്ന് മുട്ടുകുത്തുന്നത്. അവൻ്റെ ചോദ്യം നല്ല ചോദ്യമായിരുന്നു. ചോദിക്കേണ്ട ആളിനോട് തന്നെ ചോദിച്ചു. കർത്താവിനെ അവൻ ആരാധ്യ പുരുഷനായിട്ട് അംഗീകരിച്ചിരുന്നു. എന്നാലും എൻ്റെ ചോദ്യത്തിൽ ഒരു പിശകുണ്ട്. അവൻ ചോദിക്കുന്നത്, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അവൻ്റെ ഏതോ ചെയ്തികൾ കൊണ്ടാണ് നിത്യജീവൻ ലഭ്യമാകുന്നത് എന്ന് ഈ ചോദ്യത്തിൽ ഒരു ധ്വനിയുള്ളതായി കാണുവാൻ സാധിക്കും. അത് അവൻ്റെ കുഴപ്പമല്ല. അവനെ അഭ്യസിപ്പിച്ചതായ
മതത്തിൻ്റെയും തത്വസംഹിതകളുടെയും കുഴപ്പമാണ്. ഇന്ന് ലോകത്തുള്ള മിക്കവാറും എല്ലാ മതങ്ങളിലും ഇതുപോലെയുള്ളതായ ചിന്തയാണ് കാണുവാൻ സാധിക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാനും നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ ചെയ്തികളുടെ ഫലമാണ് നിത്യജീവൻ. ക്രിസ്തീയ വിശ്വാസികളിൽ പോലും പലരുടെയും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായ വലിയൊരു ചിന്തയാണിത്. അതിനായിട്ട് അവർ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും, മെഴുകുതിരികൾ കത്തിക്കും, നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കും. നിത്യജീവൻ കിട്ടുവാനായിട്ട് മെഴുകുതിരിയല്ല, പെട്രോൾ മാക്സ് കത്തിച്ചെന്ന് പറഞ്ഞാലും നിത്യജീവൻ കിട്ടത്തില്ല. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല നിത്യജീവൻ ലഭ്യമാകുന്നത്. ഭഗവത്ഗീത അനുസരിച്ച് മോക്ഷം പ്രാപിപ്പാൻ 4 മാർഗങ്ങളാണ്: ഭക്തിമാർഗ, കർമ്മമാർഗ, ജ്ഞാനമാർഗ, രാജമാർഗ. ഈ 4 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അനുവർത്തിച്ചാൽ മതി മോക്ഷം പ്രാപിക്കാം. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്, നാം ദൈവത്തിൻ്റെ മോക്ഷത്തിൽ എത്തിച്ചേരുന്നത് നമ്മുടെ ആരുടെയും പ്രവൃത്തി കൊണ്ടല്ല, കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എഫേസ്യലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. കൃപയാൽ നമ്മുടെ ബലഹീനമായ വിശ്വാസത്തെ, യേശുക്രിസ്തുവിലുള്ളതായ നമ്മുടെ വിശ്വാസത്തെ ദൈവം കൃപയാൽ അംഗീകരിച്ചാണ് നിത്യമായ രക്ഷ എനിക്കും നിങ്ങൾക്കും ലഭ്യമാകുന്നത്. നമ്മുടെ വിശ്വാസവും ദൈവകൃപയും ഈ മോക്ഷത്തിന്, നിത്യജീവന് നിദാനമാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. പ്രശംസിക്കാതെ ഇരിപ്പാൻ ആരുടെയും പ്രവൃത്തിയും ഒരിക്കലും കാരണമല്ല എന്നുള്ളതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യായമായ ഒരു ചോദ്യം നമുക്കുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല നമുക്ക് നിത്യരാജ്യം ലഭിക്കുന്നത്, മോക്ഷം കിട്ടുന്നത്. പിന്നെന്തിനായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്? എഫേസ്യ ലേഖനത്തിൽ തന്നെയും 10-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടല്ല നാം രക്ഷിക്കപ്പെടുന്നത്, പിന്നെയോ നാം സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാകുന്നു. സൽപ്രവൃത്തികൾ കൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുകയല്ല, പിന്നെയോ സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും ഈ രക്ഷയുടെ അനുഭവത്തിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ശേഷമേ ദൈവത്തിന് ഒരു മനുഷ്യനെ എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് സൽപ്രവൃത്തി അല്ലാതെ ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല, കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ സൽപ്രവൃത്തികളും സൽക്കർമ്മങ്ങളും ചെയ്യുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്തയിൽ രക്ഷയെക്കുറിച്ചുള്ളതായ, മോക്ഷത്തെക്കുറിച്ചുള്ളതായ, നിത്യജീവനെ അവകാശമാക്കുന്നതിനെക്കുറിച്ചുള്ള വികടമായിട്ടുള്ള ചിന്തകൾ തകിടം മറിയണം. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്, സൽപ്രവൃത്തികൾ കൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരല്ല. ഇതൊരിക്കലും വിസ്മരിക്കുവാൻ പാടില്ല. ഈ മനുഷ്യന് കർത്താവ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് അവന് ഉള്ള വസ്തുവകകളെ അവൻ സ്നേഹിക്കുന്നതായ കർത്താവിന് മനസ്സിലായി. അവനോട് കർത്താവ് പറയുന്നു, നീ നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, പിന്നെ മടങ്ങി വരിക. യു ഗോ ആൻഡ് കം ബാക്ക്. നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ നീ പോവുക, മടങ്ങി വരിക. നിനക്കുള്ളതിനോടൊക്കെ ദൈവത്തെക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നതിനോടൊക്കെ യാത്ര പറഞ്ഞ ശേഷം മടങ്ങി വരിക എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ മടക്കി അയക്കുന്നു. അവൻ വലിയ ധനവാനാകൊണ്ട് കർത്താവിൻ്റെ ഈ ഉത്തരത്തിൽ അവന് തൃപ്തനല്ലായിരുന്നു. അവൻ വളരെ ദുഃഖിതനായിട്ട് മടങ്ങിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്. He came as a rich man, but returned as a wretched man. ഒരു വലിയ ധനവാനായിട്ട്
കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. അവൻ വളരെയധികം ദരിദ്രനായിട്ട് മടങ്ങിപ്പോയി. അവൻ നിത്യജീവനെ പ്രാപിപ്പാൻ താല്പര്യപ്പെട്ട് നിത്യജീവനെ കൊടുക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ അടുക്കൽ വന്നു. പക്ഷേ നിത്യജീവൻ പ്രാപിക്കാതെ മടങ്ങിപ്പോയതായിട്ട് ആരെക്കുറിച്ചെങ്കിലും വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ അതിവൻ മാത്രമാണ്. ഇവൻ ആരാണ്? ഇവൻ പറയുന്നു, ഈ സൽക്കർമ്മങ്ങളെല്ലാം ഞാൻ വളരെ ചെറിയ പ്രായം മുതലേ ചെയ്തു വരുന്നവനാണ്. ഇവൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പ്രതിനിധിയാണ്. നമ്മളും ചെറിയ പ്രായം മുതലേ ഈ നല്ല പ്രവൃത്തികളെല്ലാം ചെയ്യുന്നവരാണ്. സൺഡേ സ്കൂളിൽ പോകും, യുവജന സഖ്യത്തിന് പോകും, പള്ളിയാരാധനകളിൽ ക്രമമായി പങ്കെടുക്കും. യുവജന സഖ്യം, സേവികാ സംഘം, പ്രാർത്ഥനായോഗങ്ങൾ ഇതെല്ലാം വളരെ ക്രമമായി കൃത്യമായിട്ട് ഞാൻ പങ്കെടുക്കുന്നവനാണ്, പോകുന്നവനാണ്. നിനക്കൊരു കുറവുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ ദൈവവചനമോ ദാസന്മാരോ ചൂണ്ടിക്കാണിച്ചാൽ നീയും നാമും ഈ മനുഷ്യരെ പോലെ ദുഃഖിതരായിട്ട് മടങ്ങിപ്പോകുന്നവരായി പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കാണുവാൻ ഇടയാകണം. ചില ഉപരിപ്ലവമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളുമല്ല നിത്യരാജ്യം അഥവാ രക്ഷ എന്ന് പറയുന്നത്. അകമേയുണ്ടാകുന്നതായ ആ ഒരു വലിയ വ്യതിചാനമാണ് മാനസാന്തരം അഥവാ മെറ്റാനോയിയ എന്നുള്ളത് നമ്മൾ ഓർക്കുകയും മാനസാന്തരത്തിൻ്റെ അനുഭവമുള്ളവരായിട്ട് ജീവിക്കുകയും ചെയ്യുവാൻ ഇടയാകണം. അതുകൊണ്ട് ഒന്നാമത്തെ മനുഷ്യനെ കർത്താവ് ഇവിടെ നോക്കുന്നു. ഇറ്റ് ഈസ് എ ലുക്ക് ഓഫ് ലവ്. അവൻ നിത്യജീവനെ പ്രാപിപ്പാനായിട്ട് ആഗ്രഹത്തോടെ വന്നു. കർത്താവിൻ്റെ നോട്ടത്തിങ്കൽ നിത്യജീവനെ അവകാശമാക്കാതെ മടങ്ങിപ്പോകുന്നതായി കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവ് വേറൊരു മനുഷ്യനെ നോക്കുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ചുങ്കക്കാരനായ സക്കായി കർത്താവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു. ആളിൽ കുറിയവനായിരുന്നത് കൊണ്ട് കർത്താവ് പോകുന്നതായ വഴിയുടെ അരികിൽ നിന്നാൽ കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് കടന്നു പോകുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു കാട്ടത്തി വൃക്ഷത്തിൽ കയറി അതിൻ്റെ മുകളിലിരുന്ന് കർത്താവിനെ ദർശിക്കുവാനായിട്ട് തയ്യാറെടുത്തു. കർത്താവ് ആ കാട്ടത്തിലുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ മേലോട്ട് നോക്കി. ഹീ ലുക്ക്ഡ് അബൌവ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സക്കായിയെ നോക്കുന്നു. സക്കായിയുടെ കണ്ണും കർത്താവിൻ്റെ കണ്ണും തമ്മിൽ ഇടഞ്ഞു. കർത്താവ് സക്കായിയോട് പറയുന്നു, നീ വേഗം ഇറങ്ങി വാ. അവൻ വളരെ ബന്ധപ്പെട്ട് താഴെ ഇറങ്ങി കർത്താവിനെ സ്വീകരിച്ച് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കർത്താവിനോട് യാതൊരു പ്രസംഗവും ചെയ്യുന്നില്ല, അവനോട് യാതൊരു ഉപദേശവും പറയുന്നില്ല. കർത്താവിനെ കണ്ട ഉടനെ അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ അന്യായമായിട്ട് അനേകരിൽ നിന്ന് ചുങ്കം പിരിവിൽ കൂടെ സമ്പാദിച്ചിട്ടുള്ളവനാണ്. അതിൻ്റെ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പോകുന്നു. എൻ്റെ വസ്തുവക 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പോകുന്നു. ഇന്നതെൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ നോട്ടത്തിങ്കൽ അവന് മാനസാന്തരമുണ്ടായി, ഒരു മടങ്ങിവരവുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് പറയുന്നു, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നുവെന്ന്. 2 നോട്ടം. ഒന്നാമത് കർത്താവ് നോക്കുന്നത് നിത്യജീവനെ അവകാശമാക്കുവാൻ കർത്താവിൻ്റെ അടുക്കൽ താല്പര്യത്തോട് വന്നവനാണ്. കർത്താവിൻ്റെ നോട്ടത്തിങ്കൽ അവൻ പതറിപ്പോയി, നിത്യജീവനെ അവകാശമാക്കാതെ മടങ്ങിപ്പോകുന്നു. ഇവിടെ ഇതാ സക്കായി, വലിയ ധനവാനായ മനുഷ്യൻ, കർത്താവിനെ കാണരുത്, അവന് കർത്താവിനെ കാണണമെന്ന ആഗ്രഹത്തോടുകൂടെ കാട്ടത്തിമേൽ കയറിയിരുന്ന സക്കായിയെ കർത്താവ് നോക്കി. അവൻ്റെ നോട്ടത്തിങ്കൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളെല്ലാം ചുരുളുകളെല്ലാം അഴിഞ്ഞു, കുറവുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അവൻ അതിന് പ്രായശ്ചിത്തം ചെയ്ത് മാനസാന്തരത്തിലേക്ക് വന്ന് രക്ഷയുടെ അനുഭവത്തിൽ
പ്രവേശിക്കുന്നതായി കാണുവാൻ സാധിക്കും. മൂന്നാമതായി ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 61-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പ് നീ 3 വട്ടം തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി ദുഃഖത്തോടെ കരഞ്ഞു. പത്രോസിനെ ആദ്യം കാണുമ്പോൾ പത്രോസിൻ്റെ പഴയ പേര് വിളിച്ച് നീക്കിക്കളഞ്ഞു. പറയുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനി എന്ന് പേർ വിളിച്ചിട്ട് പറയുന്നു, ഇനിയും നിന്റെ പേര് കേഫ അഥവാ പത്രോസ് എന്നാകുന്നു. പാറയെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പത്രോസിനെ ആദ്യം കർത്താവ് കാണുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അവൻ്റെ പഴയ പേര് നീക്കി പുതിയ ഒരു പേര് അവന് കൊടുക്കുന്നു. ശിഷ്യഗണത്തിൽ ഇന്നർ സർക്കിളിൽ ഉൾപ്പെട്ട ആളായിരുന്നു ഈ പത്രോസ്. പള്ളിപ്രമാണിയുടെ മകളെ ഉയർപ്പിച്ചതായ സംഭവത്തിൽ കർത്താവിനോട് കൂടെയുണ്ടായവനായിരുന്നു ഈ പത്രോസ്. കൈസരിയ ഫിലിപ്പിയായിൽ വെച്ച് കർത്താവ് കൂടെ വന്ന ആളുകളോട്, ശിഷ്യന്മാരോട് പ്രധാനമായും ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പൊതുജനം പലവിധമെന്ന് പറഞ്ഞ പോലെയുള്ള ഉത്തരങ്ങളാണ് ശിഷ്യന്മാർ കൊടുക്കുന്നത്. ചിലർ പറഞ്ഞു, നീ ഏലിയാവാണെന്ന് പറയുന്നു, നീ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറയുന്നു, ചില ആളുകൾ പറയുന്നു നീ മോശയാണ്. ഉടനെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ പത്രോസാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന്. മറുരൂപനിലയിൽ ശിഷ്യന്മാർ കർത്താവും കൂടെ ഇരിക്കുമ്പോൾ മോശയും ഏലിയാവും അവരോടുകൂടെ പ്രത്യക്ഷനായി. ആ സമയത്താണ് പത്രോസ് പറയുന്നത്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞത് ഈ പത്രോസാണ്. എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് ഈ പത്രോസാണ്. യേശുവിനെ പടയാളികൾ അറസ്റ്റ് ചെയ്യുവാനായിട്ട്, പിടിക്കുവാനായിട്ട് വന്നപ്പോൾ ശിഷ്യഗണത്തിലെ ഒരു തീവ്രവാദിയായിരുന്ന ഈ പത്രോസ് തൻ്റെ വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസന്റെ കാത് അറുത്തു. ഇവിടെ നമ്മൾ വായിക്കുന്നു, കയ്യാഫാവിൻ്റെ മുൻപിൽ കർത്താവിനെ വിസ്തരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നടുമുറ്റത്ത് പല ആളുകൾ കൂടിയിരുന്ന് തീ കായുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഈ പത്രോസും ഉണ്ടായിരുന്നു. അതിലേ കൂടെ വന്നതായ ഒരു ബാല്യക്കാരി പറഞ്ഞു, ഇവനും അവൻ്റെ കൂടെ ഉള്ളവനാകുന്നുവെന്ന്. ഉടനെ പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. ആ സ്ത്രീ പറഞ്ഞങ്ങ് പോയി. വേറൊരാൾ വന്നവനെ പറഞ്ഞു, ഇവൻ്റെ സംസാരവും ഉച്ചാരണവും ഒക്കെ കേട്ടാൽ ഇവനും ആ നസ്രയൻ്റെ കൂടെ ഉള്ളവനാകുന്നുവെന്ന്. അവിടെയും അവൻ കർത്താവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. മൂന്നാമതും വേറൊരാൾ അത് വഴി വന്നപ്പോൾ പറയുന്നു, ഇവനും അവൻ്റെ കൂടെയുള്ളവൻ. മനുഷ്യ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും ഈ പത്രോസ് തയ്യാറായി തീർന്നു. ആ സമയത്ത് കർത്താവ് പത്രോസിനെ തിരിഞ്ഞൊന്ന് നോക്കുകയാണ്. അവൻ നോക്കി. അപ്പോൾ കർത്താവ് തിരിഞ്ഞു നോക്കി പത്രോസിനെ, ഇന്ന് കോഴി കൂവും മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞത് അവിടെ നടപ്പിലാകുന്നു. 3 പ്രാവശ്യം പത്രോസ് അങ്ങനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂകി. കർത്താവിനെ തിരിഞ്ഞു നോക്കി. പത്രോസ് അതിദുഃഖത്തോടുകൂടെ പുറത്ത് ഇറങ്ങിപ്പോയി കരയുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നോക്കിയതായ 3 നോട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ശ്രമിച്ചത്. ഒന്നാമത്, കർത്താവിൻ്റെ അടുക്കൽ നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് താല്പര്യപ്പെട്ടു വന്നതായ ചെറുപ്പക്കാരൻ. കർത്താവിൻ്റെ നോട്ടത്തിങ്കൽ അവൻ വളരെ ധനവാനാകിയാൽ ദുഃഖിതനായിട്ട് മടങ്ങിപ്പോകുന്നു. രണ്ടാമതായിട്ട്, കർത്താവിൻ്റെ അടുക്കൽ കർത്താവ്
ഇരുന്നതായ മരത്തിൻ്റെ താഴെ വന്ന് മേൽപോട്ട് നോക്കി സഖായിയെ വിളിക്കുന്നു. സഖായി അവൻ്റെ വിളി കേട്ട് ഇറങ്ങി വന്ന് കർത്താവിനെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷയുടെ അനുഭവക്കാരനായിത്തീരുന്നു. അവസാനമായി രക്ഷിക്കപ്പെട്ട് ശിഷ്യഗണത്തിലായിരുന്ന പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നതായ ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് കർത്താവിനെ നോക്കി അവൻ അതിദുഃഖിതനായിട്ട് പുറത്തിറങ്ങി കരഞ്ഞ് അനുതപിച്ച് കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് മടങ്ങി വരുന്നതായി കാണുവാൻ സാധിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ കാണുവാൻ യഹോവയായ ദൈവം ഇന്നും ഇപ്പോഴും സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ നോട്ടത്തിങ്കൽ ഒന്നുകിൽ ഗുണപ്പെടും, അല്ലെങ്കിൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അവൻ്റെ നോട്ടത്തിങ്കൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ്റെ അവകാശികളായി കാണപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്താൽ നമുക്കെല്ലാവർക്കും കൃപ ചെയ്ത് സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ എല്ലായ്പ്പോഴും ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിൻ്റെ നോട്ടത്തിങ്കൽ ഞങ്ങൾ ഒരിക്കലും അന്യപ്പെട്ടു പോകുവാൻ ഇടയാകാതെ നിന്നിലേക്ക് കൂടുതൽ അടുത്തു വരുവാനും നിൻ്റെ സാക്ഷ്യം നയിക്കുന്നവരായി തീരുവാനും ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്ന പ്രാർത്ഥനകൾ കൃപയോടെ കേൾക്കണമേ. ആമീൻ.